ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പെരളശ്ശേരി അമ്പലത്തിലും പാരിമേട് അമ്പലത്തിലും പോയതാണ്. കണ്ണൂർ ജില്ലയിലുള്ള അമ്പലങ്ങളാണ് ഇത് രണ്ടും. എൻ്റെ കുഞ്ഞു വാവയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ പോയത് പരിമേട് അമ്പലത്തിലാണ്, അതിനുശേഷമാണ് പെരളശ്ശേരി പോയത്. പെരളശ്ശേരി എത്താൻ ഒരു 11 മണിയാണ് കാണും. ആദ്യം പരിമേട് അമ്പലത്തിൽ രാവിലെ ഒരു 8 മണിക്ക് അങ്ങനെ ഇറങ്ങി 8:30 ആകുമ്പോഴേക്കും അമ്പലത്തിലെത്തി. അമ്പലത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇത് പരിമേട് അമ്പലമാണ്. മഴയൊക്കെ കഴിഞ്ഞ് നല്ല പച്ചപ്പായ നല്ല രസമുണ്ട് കാണാൻ. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ അവിടെ വെയിലായിരുന്നു, അപ്പം ചെടിയൊക്കെ കരിഞ്ഞിരിക്കുന്നു. ഇപ്പം ചെടിയൊക്കെ പച്ചയായി. പിന്നെ ഏറ്റവും ഭംഗി എന്താ വെച്ചാൽ അവിടുത്തെ കുളമാണ്. കുളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ട്. വെയിലും കൂടെ ആയതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ അവിടെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്ലിയർ വെള്ളമാണ്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ മീനുകളും, വലുത് വെച്ചാൽ ഭയങ്കര വലുതല്ല, എന്നാൽ വലിയ മീനൊക്കെ ഉണ്ട്. മോൻ്റെ കാലൊക്കെ നനച്ച് ഇതൊക്കെ ഞാൻ കുഞ്ഞു മീനുണ്ട്, വലിയ മീനുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനേക്കാൾ ഒരുപാട് ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഇത് നമ്മൾ ചുമ്മാ ഒരു ചെറിയ വീഡിയോ എടുത്തത് കുഞ്ഞിന്. ഇതാണ് അമ്പലം. നല്ല ഭംഗിയില്ലേ? ലെഫ്റ്റ് സൈഡിൽ സ്റ്റേജൊക്കെ ഉണ്ട്. ഇതാണ് അമ്പലം. ദുർഗാദേവീൻ്റെ അമ്പലമാണ്. നേരെ മുമ്പിലാ കുളം. നല്ല അതിനുശേഷം നേരെ പെരളശ്ശേരി അമ്പലത്തിലേക്ക് പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അമ്മേൻ്റെ ഡ്രസ്സിലുണ്ടായിരുന്ന കൊച്ച അങ്ങനെ നമ്മൾ പെരളശ്ശേരി അമ്പലത്തിലെത്തി. പുറമേ കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. നല്ല രസമായിരുന്നു. ചെറിയ മഴ പൊടിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നല്ല തിരക്കാണ്. അവിടെ ഒരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ കുളം. നല്ലൊരു മീനിനെ കണ്ട, ഒരു മഞ്ഞ കളർ. അത് നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് ദൂരത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ്, പക്ഷേ ആ മീൻ മാത്രം നല്ല രസമായിട്ടുണ്ട് കാണാൻ. പിന്നെ എനിക്കൊരു ഫോട്ടോഗ്രാഫി പേജുണ്ട്, Photogram_96. ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതോടൊന്ന് ജസ്റ്റ് നോക്കാം. ഒരുപാട് മീനുണ്ട്. നല്ല രസമാണ് അവിടെ നിന്ന് കളിക്കാൻ. ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ. ഫുൾ തിരക്കാണ്. ഇന്ന് ബക്രീദാണ്, അപ്പം ഹോളിഡേ കൂടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും തിരക്ക് വന്നത്. ചെറിയ മഴ, ചാറ്റിൽ മഴ കിട്ടിയെന്ന് അറിയില്ലേ, അപ്പം മോനെ കൊണ്ടായിരുന്നു ഇങ്ങനെ കൈ നനച്ചു കൊടുത്തത്. മോനതൊക്കെ ഇഷ്ടമാണ്, നടക്കുകയൊക്കെ ചെയ്യും. ഇങ്ങോട്ട് വാ.
ഒരു 11 മണിക്കാണ് തുറക്കുന്നത്. 11:30-ക്കാണ്. അത്യാവശ്യം എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ക്യൂവിൽ നിർത്തിയിട്ട് ഞാനിങ്ങോട്ട് വന്നതാണ്. അമ്പലത്തിലെ ആൽത്തറയും അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ആൽമരത്തിൻ്റെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ സൈഡിൽ കാണുന്നതല്ലാണ്ട് എൻ്റെ മുമ്പിൽ കണ്ടോ 2 മരം പോലെ ഇരിക്കുന്ന നീളത്തിൽ ഹൈറ്റിൽ പോകുന്ന അത് അതിൻ്റെ വേരുകളാണ്. വീഡിയോയിൽ അത് കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല. ആ സൈഡിൽ കാണുന്ന 2 അത് വേരാണ്. ഈ ആൽമരത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട് സർപ്പത്തിന് കോഴിമുട്ട സമർപ്പിക്കലാണ്. നമ്മളതൊക്കെ ചെയ്തു. മോനൊരു ചെണ്ടയും JCBയും PP അടിക്കുന്നൊരു സാധനം ബലൂണും വാങ്ങിച്ചു. JCB വീട്ടിലെത്തിയപ്പോൾ തന്നെ അതിൻ്റെ മുകളിലത്തെ സാധനം ഇളകി പോയിട്ടുണ്ട്. അടിച്ച് പൊക്കിയതാണ്. ചെണ്ട കുഴപ്പമില്ല. കുറച്ച് നേരം അതിനെ കൊണ്ട് കളിക്കുന്നത് കണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.